നിങ്ങൾക്കെപ്പോഴെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലേ? ശരി, നമുക്കതൊന്ന് നോക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഡിജിറ്റൽ ലോകം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചില സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ്. അതെ, ഈയൊരു ഫീലിംഗ് നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒന്നാണതല്ലേ? ഇങ്ങനെ നിർത്താതെ വരുന്ന നോട്ടിഫിക്കേഷൻസ്, എപ്പോഴും ഓൺലൈനിലായിരിക്കണം എന്നുള്ള ആ ഒരു ടെൻഷൻ. അപ്പോ നമ്മളെ ഇങ്ങനെ നിർത്താതെ സ്ക്രോൾ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു ഫീലിംഗിന് ശരിക്കും രണ്ട് പേരുകളുണ്ട്. ഒന്ന് ഫോമോ, പിന്നെ അതിന്റെ അത്ര ഫേമസ് അല്ലാത്തൊരു കസിൻ ഫോബോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാം. ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ആള് ഫോമോയെപ്പറ്റി തന്നെ സംസാരിക്കാം. അതായത് മറ്റൊരാളുടെ ഇൻസ്റ്റഗ്രാം ഫീഡ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം എന്റെ ജീവിതം മാത്രം എന്തൊരു ബോറാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ തോന്നല്, അതാണ് ഫോമോ. മറ്റെല്ലാവരും നമ്മളെക്കാൾ അടിപൊളിയായി ജീവിക്കുന്നു എന്നൊരു ഫീലിംഗ്. സത്യം പറഞ്ഞാല് ഈ പേടിയുണ്ടല്ലോ, ഇതത്ര പുതിയൊരു സംഭവമൊന്നുമല്ല. പണ്ടത്തെ കാലത്ത്, അതായത് നമ്മുടെ പൂർവികർക്ക് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഇത് അത്യാവശ്യമായിരുന്നു, ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? സോഷ്യൽ മീഡിയ ആപ്പുകൾ ഇതേ ഇൻസ്റ്റിങ്ക്റ്റ് മുതലെടുത്ത് നമ്മളെ ആ സ്ക്രീനിൽ തന്നെ പിടിച്ചിരുത്തുന്നു. ഈ കണക്ക് കേട്ടാൽ ഒരു പക്ഷെ നിങ്ങൾ ഞെട്ടും. 10-ല് 7 പേര്, അതെ, 70% ആളുകളും സോഷ്യൽ മീഡിയയിലെ മറ്റൊരാളുടെ ജീവിതം കണ്ട് സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ടെൻഷൻ കൂട്ടുകയല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതോടെ നമ്മളൊരു വിഷമവൃത്തത്തിൽ പെട്ടുപോകും. സംഭവം സിമ്പിളാണ്. നമ്മൾ മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ലൈഫ് കാണുന്നു. അപ്പം നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയുന്നു, ടെൻഷൻ കൂടുന്നു. നമ്മൾ വീണ്ടും മറ്റുള്ളവരുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നു. ഇതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മുടെ മനസ്സമാധാനം മൊത്തത്തിൽ കളയും. ഈ പ്രശ്നം നമ്മുടെ മനസ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ പോക്കറ്റിനെയും കൂടിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, കൂട്ടുകാരെല്ലാം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒന്നും നോക്കാതെ നമ്മളും പോയി പൈസ ഇടുന്നു. അല്ലെങ്കിൽ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഇതെല്ലാം ഫോമോ കാരണം ചെയ്യുന്നതാണ്. അവസാനം എന്താകും? വലിയ നഷ്ടം. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഫോമോക്ക് അത്ര ഫേമസ് അല്ലാത്ത, പക്ഷെ അതേപോലെ തന്നെ അപകടകാരിയായ ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട്. പേര് FOB. അയ്യോ, ഇതിലും നല്ലൊരു ഓപ്ഷൻ ഉണ്ടാകുമോ? ഈ ഒരൊറ്റ പേടി കാരണം ഒരു തീരുമാനവും എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന അവസ്ഥ, അതാണ് ഫോബോ. ഉദാഹരണത്തിന്, നെറ്റ്ഫ്ലിക്സിൽ എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ പറ്റാതെ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്ത് അവസാനം ഒന്നും കാണാതെ നിർത്തിപ്പോകുന്നത്. അല്ലെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഫോബോയുടെ ലക്ഷണങ്ങളാണ്. അപ്പോ ഈ തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ടില്ലേ? ഇതിനു പിന്നിൽ പ്രധാനമായും 2 തരം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ മാക്സിമൈസർ. ഇവർക്കെപ്പോഴും ദി ബെസ്റ്റ് തന്നെ വേണം. അതുകൊണ്ടുതന്നെ ഇവർക്ക് ഒന്നിനും ഒരു സംതൃപ്തിയുണ്ടാകില്ല. രണ്ടാമത്തെ കൂട്ടരാണ് സാറ്റിസ്ഫൈസർ. ഇവർ ഇത് മതി, ഇത് ധാരാളം എന്ന് ചിന്തിക്കുന്നവരാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളിതിലേത് ടൈപ്പാണ്? സത്യത്തില് നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോ മറ്റ് ഓപ്ഷനുകളെയെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. പക്ഷെ ഫോബോ നമ്മളെ അതിന് സമ്മതിക്കില്ല. ആ പെർഫെക്റ്റ് ഓപ്ഷന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് അവസാനം കയ്യിലുള്ള എല്ലാ അവസരവും നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? നമുക്കതിലേക്ക് കടക്കാം. ഇതിനുള്ള ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ ചിന്താഗതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നതാണ്. അതായത് ഫോമോയെ മാറ്റി അവിടെ ജോമോയെ കൊണ്ടുവരണം. ജോമോ എന്നാൽ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. പകരം നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുക. അത്രയുള്ളൂ. ഇനി FOBOയുടെ കാര്യമോ? അതിനെ മറികടക്കാൻ നമ്മൾ പഠിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്: ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. അതായത് എപ്പോഴും ആ പെർഫെക്റ്റ് ചോയ്സ് തേടി നടന്നിട്ട് കാര്യമില്ല. ഒരു തീരുമാനമെടുക്കുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. അതിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവുമുള്ളത്. ശരി, ഇതൊക്കെ തിയറിയായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എങ്ങനെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതിനുള്ള ചില പ്രാക്ടിക്കൽ വഴികൾ നമുക്ക് നോക്കാം. ഇതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വഴിയുണ്ട്. അതാണ് CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. സിമ്പിളായി പറഞ്ഞാല്, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായി മാറ്റാൻ നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ്. റിസൾട്ടുകൾ പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം 55% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ
നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള മതിപ്പ് കൂടും. ഇത് വെറുതെ പറയുന്നതല്ല, പഠനങ്ങൾ കാണിക്കുന്നത് CBTക്ക് ശേഷം ആളുകളുടെ ആത്മാഭിമാനം 42% വരെ വർദ്ധിച്ചു എന്നാണ്. അതിന്റെയൊക്കെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നേ? നമ്മുടെ മൊത്തത്തിലുള്ള ടെൻഷനും ഉത്കണ്ഠയും പകുതിയോളം കുറയും. അപ്പൊ ഇതൊന്നും വെറും തോന്നലുകളല്ല, നമുക്ക് അളക്കാൻ പറ്റുന്ന യഥാർത്ഥ മാറ്റങ്ങളാണ്. ഇനി പൈസയുടെ കാര്യത്തിലുള്ള ഫോമോ എങ്ങനെ ഒഴിവാക്കാം? അതിന് ഈ 4 സ്റ്റെപ്പുകൾ ഓർത്തുവെച്ചാൽ മതി. 1. സ്വന്തമായി റിസർച്ച് ചെയ്യുക. 2. വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. 3. മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ആൾക്കൂട്ടം പറയുന്നത് കേട്ട് എടുത്തുചാടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാനും ചില വഴികളുണ്ട്. ഒന്നാമതായി, ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു ടൈം ലിമിറ്റ് വെക്കുക. ഇടയ്ക്കൊക്കെ ഫോണും സോഷ്യൽ മീഡിയയുമെല്ലാം പൂർണ്ണമായി ഒഴിവാക്കി ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഓൺലൈൻ ബന്ധങ്ങളെക്കാൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. സൈബർ ബുള്ളിംഗ് പോലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നും പഠിച്ചുവെക്കുക. അപ്പോ എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ, ഈ ഫോമോ ഫോബോ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഒരു വശത്ത് നമ്മുടെ ബയോളജിയും മറുവശത്ത് ടെക്നോളജിയുമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെയെല്ലാം പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അവസാനം ഒന്ന് ഓർക്കുക, യഥാർത്ഥ സന്തോഷം എന്നത് ഏറ്റവും നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതിലാണ്. ആത്യന്തികമായി നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ കയ്യിലാണ്. അത് തിരഞ്ഞെടുക്കാനുള്ള ശക്തിയും നിങ്ങൾക്കുണ്ട്.